നിയമാവർത്തന പുസ്തകം മുഴുവൻ ദൈവം ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇതാണ്: നിങ്ങൾ കൈവശപ്പെടുത്താൻ പോകുന്ന ദേശം, നിങ്ങൾ പോയി കൈവശമാക്കാൻ പോകുന്ന ദേശം, ദൈവം നിങ്ങൾക്ക് കൈവശപ്പെടുത്താൻ തരാൻ പോകുന്ന ദേശം. അതായത് ദേശം, ആ ദേശം നിങ്ങൾ പോയി കൈവശപ്പെടുത്തണം. ഇങ്ങനൊരു ആശയമാണ് നിയമാവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ആശയം. നിയമാവർത്തന പുസ്തകം എഴുതപ്പെടുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ആ പുസ്തകം, ആ എഴുതിയിരിക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനത നടന്നു വന്നാൽ അവരുടെ നടപ്പ് ദൂരം ഏതാണ്ട് 2 ആഴ്ച കാലമാണ്. ഒരു 14 ദിവസം നടന്നാൽ അവർ കാനാൻ ദേശത്ത് എത്തിച്ചേരേണ്ടതാണ്. അതിൽ കൂടുതൽ നടപ്പില്ല. അങ്ങനെ അവർ യാത്ര ചെയ്ത് സീനായി മല മുതൽ കാദേശ് ബർണയ, ആ സ്ഥലം ഓർത്തിരിക്കണം, കാരണം ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടാൻ ഈ പേരുകൾ സഹായിക്കും. സീനായി മല മുതൽ കാദേശ് ബർണയ വരെ സഞ്ചരിക്കാൻ അവരെടുത്ത സമയം 11 ദിവസമാണ്. ഇത് നിയമാവർത്തനത്തിൽ പറയുന്ന ഒരു ആശയമാണ്. 11 ദിവസം കൊണ്ടാണ് അവർ കാദേശ് ബർണയ വരെ എത്തിയത്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഈ കാദേശ് ബർണയ കാനാൻ ദേശത്തിന്റെ ബോർഡറാണ്. ഇവിടുന്ന് കഷ്ടിച്ച് ഒരു 2 ദിവസം 2.5 ദിവസം യാത്ര ചെയ്താൽ ഇവർക്ക് കാനാനിലെത്താം. അപ്പൊ അങ്ങനെ ബോർഡറിൽ എത്തി നിൽക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞതനുസരിച്ച് ഓരോ ഗോത്രത്തിൽ നിന്നും 12 ഗോത്രത്തിൽ നിന്നും ഓരോ ഗോത്ര തലവന്മാരെ തിരഞ്ഞെടുത്ത് മോശ കാനാൻ ദേശം ഒറ്റുനോക്കാൻ അയച്ചു. അവർ 40 ദിവസം കാനാനിലൂടെ ചുറ്റി നടന്ന് ദേശം പരിശോധിച്ച് അവിടെ നിന്ന് പറിച്ചെടുത്ത മുന്തിരിക്കുലയുമായി മടങ്ങിയെത്തി. എത്തിയിട്ട് അവര് പറഞ്ഞു, ദേശം സമ്പുഷ്ടമാണ്, പാലും തേനും ഒഴുകുന്ന ദേശമാണ്, സമ്പൽ സമൃദ്ധമായ ദേശം, ഫലഭൂയിഷ്ഠമായ മണ്ണ്, കൃഷിക്ക് യോഗ്യമായ മണ്ണ്, ദേശം അനുഗ്രഹിക്കപ്പെട്ടത്. പക്ഷേ അവിടെ ഞങ്ങൾ അനാക്കിന്റെ മക്കളെ കണ്ടു. അനാക്കിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ രാക്ഷസ തുല്യം ആകാര വലിപ്പമുള്ള, കായിക ശക്തി കൂടുതലുള്ള മനുഷ്യരാണ് ഈ അനാക്കിന്റെ മക്കൾ. അനാക്ക് എന്ന് പറയുന്ന പൂർവ്വപിതാവിന്റെ മക്കൾ. അവരെ ഞങ്ങൾ അവിടെ കണ്ടു. അവരുടെ മുമ്പിൽ നമ്മൾ വിട്ടിലുകളാണ്, നമ്മളെ അവർ പിടിച്ച് വിഴുങ്ങിക്കളയും. ഇതാണ് അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ. അപ്പൊ ഈ 12 പേരിൽ 10 പേര് വന്നിട്ട് പറയുകയാണ്, നമ്മളെ അവര് പിടിച്ച് നശിപ്പിച്ചു കളയും, അങ്ങോട്ട് പോകരുത്, ദേശം നല്ലതാണ്, പക്ഷെ അവിടെ അനാക്കിന്റെ മക്കളെ ഞങ്ങൾ കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പല കുടുംബങ്ങളുടെയും അവസ്ഥ ഇതാണ്. ദേശം നല്ലതാണ്, മണ്ണ് നല്ലതാണ്, വെച്ചിരിക്കുന്ന വീട് നല്ലതാണ്, കൃഷിയൊക്കെ നല്ലതാണ്, പക്ഷേ മണ്ണിന് ബന്ധനം, ദേശത്തിന് ബന്ധനം, ദേശത്ത് ശാപം, മണ്ണിന് ശാപം, ഇങ്ങനെ പറഞ്ഞിട്ട് മനുഷ്യര് ബന്ധനം അഴിക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അനേകരെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, വീട് വിറ്റ് പോകാൻ നടക്കുകയാണ്. ഇഷ്ടം പോലെ ഉണ്ട് ആളുകൾ ഇങ്ങനെ, ഇഷ്ടം പോലെ. ദേശത്ത് ബന്ധനം, മണ്ണിന് ബന്ധനം, ഇവിടെ താമസിക്കാൻ കൊള്ളത്തില്ല, ഇവിടെ ഞങ്ങൾ നശിച്ചു പോകും, ഇങ്ങനെ പറഞ്ഞിട്ട് ദേശം വിറ്റ് പോകാൻ, ഇവിടുന്ന് വിറ്റ് സ്ഥലം മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന അനേകരെ ഞാൻ ഈ യാത്രക്കിടയിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ പ്രദേശത്തൊക്കെ ദൈവം നിങ്ങളെ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പം എന്തിനാണ് ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്? എന്തിനാണ് ദൈവം നിങ്ങൾക്ക് ഈ സ്ഥലം തന്നിരിക്കുന്നത്? ഇതിന്റെ ഒരു രഹസ്യമാണ് നമ്മൾ ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ ദൈവം കാനാൻ ദേശം നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾക്ക് ഞാൻ അവകാശമായി തരാൻ പോകുന്ന ആ ദേശം നിങ്ങൾ പോയി കൈവശപ്പെടുത്തണം. ആ വാക്ക് ഓർത്തിരിക്കണം, നിങ്ങൾ അത് കൈവശപ്പെടുത്തണം. ഇങ്ങനൊരു സംഭവമുണ്ട്. ആ ദേശത്തിപ്പോൾ താമസിക്കുന്നത് കാനാൻകാരാണ്. ആ ദേശത്തിപ്പോൾ ഇവർ പറഞ്ഞതുപോലെ അനാക്കിന്റെ മക്കളുണ്ട്. അനാക്കിന്റെ മക്കൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ആ അനാക്കിന്റെ മക്കൾ ഭീകരരൂപികൾ, രാക്ഷസ ജന്മങ്ങൾ, വിഴുങ്ങിക്കളയും, വിട്ടിലുകളെ പോലെ പിടിച്ച് വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞിട്ട് ഭയന്നും അറച്ചും വിറച്ചും നിൽക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ ജോഷുവായും കാലേബും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സത്യമാണ് നിങ്ങൾ പറഞ്ഞത്, അനാക്കിന്റെ മക്കൾ അവിടെയുണ്ട്, ഞങ്ങൾ കണ്ടതാണ്. ആ രാക്ഷസ ജന്മങ്ങൾ, ആ അധികായന്മാർ
ആ വലിയ മനുഷ്യർ നമ്മളെ പിടിച്ച് വിഴുങ്ങിക്കളയും. ഇതൊക്കെ സത്യമാണ്. പക്ഷേ അവർ നമ്മളെ വിഴുങ്ങില്ല. കാരണം സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇതാണ് ഇവര് പറയുന്നത്. പക്ഷെ 10 പേര് പറഞ്ഞതാണ് ജനം വിശ്വസിച്ചത്. ഇന്നും അതാണ് അവസ്ഥ. ഭൂരിപക്ഷം പറയുന്നതാണ് ആളുകൾക്കിഷ്ടം, ഭൂരിപക്ഷം പറയുന്നതാണ് സത്യം എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ ജോഷുവായും കാലേബും പറഞ്ഞത് അവർ വിശ്വസിച്ചില്ല. അവർക്ക് ദൈവം അതൊക്കെ ശരിയാണ്, മാമോദിസ അതൊക്കെ ശരിയാണ്, വിശുദ്ധ കുർബാന അതൊക്കെ ശരിയാണ്, ക്രിസ്ത്യാനി അതൊക്കെ ശരിയാണ്, പക്ഷേ ബന്ധനടിക്കും. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ മടിയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. കരിസ്മാറ്റിക് മൂത്തിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കില്ല. കാരണം എന്താ അറിയാ, അവന്റെ കയ്യിൽ നിന്ന് ബന്ധനം അടിക്കുമെന്ന് ഇങ്ങോട്ട്. എന്തോ ഒരു അടിമത്തത്തിന്റെ ആഴത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അങ്ങോട്ട് നോക്കാൻ പേടി, ഇങ്ങോട്ട് നോക്കാൻ പേടി, അവിടെ ഒരു അമ്പലം ഉണ്ടെങ്കിൽ നോക്കാൻ പേടി, ഇവിടെ ഒരു മോസ്ക് ഉണ്ടെങ്കിൽ നോക്കാൻ പേടി, അവിടെ ഒരു അമ്പലം ഇരിക്കുന്നുണ്ട് ഇവിടെ നാശ എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റികള്. എന്തോ ഒരു നാശം പിടിച്ച തിയോളജികളാണിത്. നിങ്ങളിത് ഗ്രഹിക്കണം എന്റെ പ്രിയപ്പെട്ട മക്കൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ അവര് ഇത് അഴിക്കാൻ പോകും, കൂടോത്രം എടുക്കാൻ നടക്കും. അനാക്കിന്റെ മക്കൾ അവിടെ ഉണ്ട് എന്നത് സത്യമാണ്. മണ്ണിന് ബന്ധനം ഉണ്ടാവാം, ദേശത്ത് ചില ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടാവും, ഇതെല്ലാം സത്യമാണ്. പക്ഷേ ജോഷുവയും കാലേബും പറയുകയാണ്, അലറിയാർക്കുന്ന ഒരു മഹാസാഗരത്തെ 2ആയി പകത്തു മാറ്റി വരണ്ട മണ്ണിലൂടെ എന്നവണ്ണം നിങ്ങളെ അക്കരെ എത്തിച്ച സർവശക്തനും സർവാധിപനും അത്യുന്നതനുമായ ആ ദൈവം അല്ലടാ നമ്മുടെ കൂടെ, നമുക്ക് പാം. ഇസ്രായേൽക്കാര് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞു. അവരൊരു നേതാവിനെ തെരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങി. ആ ജനതയോട് ദൈവം കോപിച്ചു. ദൈവം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എന്റെ ശക്തിയെ അവിശ്വസിച്ചത് കൊണ്ട് നാടോടികളായി 38 കൊല്ലം നിങ്ങൾ ഈ മരുഭൂമിയിൽ അലഞ്ഞു തിരിയും. പല 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 മഹാഭൂരിപക്ഷം കുടുംബങ്ങളും ഇന്നിങ്ങനെ നട്ടം തിരിയുന്നതിന്റെ കാരണം അവർ യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിൽ, കൂദാശയിൽ, ദൈവശക്തിയിൽ, മാമോദീസയിൽ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് അലഞ്ഞു തിരിയേണ്ട യാതൊരു ആവശ്യമില്ലതെ 2 ദിവസം കൊണ്ട് നിനക്ക് എത്താം വാഗ്ദത്ത നാട്ടിൽ. പക്ഷെ അവർ 38 കൊല്ലം അലഞ്ഞിടന്നു. 38 കൊല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 38 കൊല്ലം അലഞ്ഞിട്ട് അവർ മോവാബ് സമതലത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് നിയമാവർത്തനത്തിലെ വരികൾ മോശ അവരോട് പ്രസംഗിക്കുന്നത്. അവർ വീണ്ടും കാനാന്റെ ബോർഡറിലെത്തി, മോവാബിലെത്തി. ഈ സമയത്ത് മോശ നടത്തുന്ന 3 പ്രഭാഷണങ്ങളാണ് നിയമാവർത്തന പുസ്തകത്തിന്റെ ഉള്ളടക്കം. മോശയുടെ ദീർഘമായ 3 പ്രസംഗങ്ങൾ. അതിനകത്ത് മോശയിലൂടെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ഭൂമി. ഇതൊരു വലിയ വിലപ്പെട്ട ആശയമാണ്. അതായത് ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് അവിടെ ബന്ധനമാണെന്ന് പറഞ്ഞ അവിടെ വിറ്റുപാലല്ല, ആ സ്ഥലം കൈവശപ്പെടുത്താനാണ്. കൈവശപ്പെടുത്താന്ന് പറഞ്ഞ എങ്ങനെ? ആ സ്ഥലം ദൈവരാജ്യത്തിൻ്റെതാക്കി മാറ്റുക എന്നതാണ്. ആ സ്ഥലം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. ആ സ്ഥലം ദൈവികത നിറയുന്ന സ്ഥലമാക്കി മാറ്റുക. ഇതിനാണ് മാമോദീസ മുങ്ങിയ ഒരുത്തനെ എല്ലാ ദേശത്തും കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. ഭൂമി ദൈവത്തിൻ്റെതാണ്. ആ ഭൂമി ദൈവത്തിന് തിരിച്ചു പിടിക്കണം. അനാഖിന്റെ മക്കളുണ്ട് അവിടെ ഇപ്പോഴും. ഭീകരരൂപികൾ, രാക്ഷസ ജന്മങ്ങൾ, പിടിച്ചു വിഴുങ്ങുന്ന ജീവിതങ്ങൾ ഉണ്ടാവാം. പക്ഷെ ദൈവം പരിശുദ്ധ തൃത്വത്തിന്റെ ആലയമാക്കി ഒരു മനുഷ്യനെ മാമോദീസയിലൂടെ മാറ്റിയിട്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ ശരീരവും രക്തവും അവന്റെ ഉള്ളിൽ കൊടുത്തിട്ട് അവനെ ഒരു സ്ഥലത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. നിയമാവർത്തനത്തിൽ കാണുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്, നീ കാല് ചവിട്ടുന്ന ദേശമെല്ലാം നിന്റേതാവും. ഇതാണ് വിശ്വാസിയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. നീ കാലുകുത്തുന്ന സ്ഥലമെല്ലാം, നിയമാവർത്തനം 11:24, നിങ്ങൾ കാലുകുത്തുന്ന സ്ഥലമെല്ലാം മരുഭൂമി മുതൽ ലബനോൻ വരെയും മഹാനദിയായ യൂഫ്രട്ടീസ് മുതൽ പശ്ചിമ സമുദ്രം വരെയുമുള്ള പ്രദേശം മുഴുവൻ നിങ്ങളുടേതായിരിക്കും.
ബന്ധന എന്ന് പറഞ്ഞ സ്ഥലം വിട്ട് ഓടാനല്ല, എന്ത് പ്രതിസന്ധിയുള്ള സ്ഥലത്തും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ തലകുത്തി മറിയൊന്നും വേണ്ട, മുട്ടയിലെഴുയൊന്നും വേണ്ട, വലിയ തടിക്കുരിശ് എടുത്തിട്ട് നീ മുട്ടയിലെഴിഞ്ഞ് ചോരപൊടി ഒന്നും ചെയ്യണ്ട, വിശ്വസിച്ചാ മതി, വിശ്വസിച്ചാ മതി, വേറൊന്നും ചെയ്യണ്ട. അതാ ഈശോ പിതാവ് നിയമാവർത്തനത്തിൽ പറയുന്നത്, ദൈവം പറയുന്നത്, നിങ്ങൾ എന്നെ അവിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാൻ കീഴടക്കി തരാം. അതാ പറയുന്നത് പുറപ്പാട് 14:14, ഞാൻ നിങ്ങൾക്ക്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈ പ്രദേശങ്ങളിലെല്ലാം ദൈവം നിങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് ഇവിടെ കർത്താവായ ദൈവത്തെ ഈ മണ്ണിൽ വിളിച്ചിറക്കി ഈ ദേശത്തുള്ള സകല ദുഷ്ട അരൂപികളുടെയും സ്വാധീനങ്ങളെ ദേശത്ത് നിന്ന് മാറ്റാനാണ്. അതിനിവിടെ ഡെലിവറൻസുകാർ വരേണ്ട ആവശ്യമില്ല. അതിന് മാമോദീസ മുങ്ങിയ ഒരാള് അവിടെ വിശ്വാസത്തോടെ ജീവിച്ചാ മതി. അതുകൊണ്ട് ദേശത്ത് നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതിന്റെ മെയിൻ ഇന്റൻഷൻ, ദേശത്ത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, ഹിന്ദുവിനും മുസൽമാനും നിരീശ്വരവാദിക്കും പാഴ്സിക്കും ജൈനനും എല്ലാ ഒരു വിശ്വാസം ഇല്ലാത്തവനും അഗ്നോസ്റ്റിക്കിനും എത്തയിസ്റ്റിനും എല്ലാവർക്കും എല്ലാ കുടുംബത്തിലും യേശുക്രിസ്തുവിന്റെ കരുണയും സ്നേഹവും വിടുതലും അനുഗ്രഹവും എത്താൻ ദൈവം ക്രിസ്ത്യാനികളെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. സഭയെ ദൈവം വിളിച്ചത് പുളിമാവെന്നാണ്. പുളിമാവ്, അല്പം പുളിപ്പ്, അതെല്ലാം അവരെയും പുളിപ്പിക്കും. ഒരു ക്രിസ്ത്യാനിയേ ഉള്ളൂ, പക്ഷെ അവൻ അവിടെ ജീവിച്ചിരിക്കുമ്പോ എല്ലാ കുടുംബങ്ങൾക്കും ഉള്ള അനുഗ്രഹം ഈ വ്യക്തിയുടെ വിശ്വാസത്തിലൂടെ അവിടെ വരണം. അതാണ് ദൈവത്തിന്റെ ഇന്റൻഷൻ. അല്ലാതെ ഇവൻ ഇവിടെ വിറ്റുപോവല്ല. നമ്മൾ വിശ്വാസത്തെ, അതായത് നമ്മുടെ ബോധ്യങ്ങളെ ശക്തിപ്പെടുത്തുക, എന്നിട്ട് നമ്മുടെ ആ ശക്തി നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ഈ ലോകത്തേക്ക് ഇറങ്ങുക. ഇതിനാണ് ദൈവം ഓരോ സ്ഥലത്തും നമ്മളെ കൊണ്ടുവന്ന് നിർത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ്. ഒരു ധ്യാനഗുരു നിങ്ങളുടെ തല കൈവച്ച് പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾക്ക് മാമോദീസായിലൂടെ കിട്ടിയ കൃപാവരത്തിന്റെ വലിപ്പം എന്താന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അതൊന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കാലുകുത്തുന്നിടം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളൊരു ദേശത്ത് വന്ന് കാലുകുത്തിയാൽ ആ ദേശം അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പൊ വായിക്കണ്ട, കേട്ടാ മതി. ജോസഫിനെ ഓർത്ത് പൊത്തിഫറിനെയും അവന്റെ വീടിനെയും അവന്റെ വയലിനെയും അവനുണ്ടായിരുന്ന എല്ലാറ്റിനെയും ദൈവം അനുഗ്രഹിച്ചു. ആരെ ഓർത്ത്? ജോസഫ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഹ്യൂമൻ ബീങ്ങിനെ ഓർത്ത് ദൈവം എല്ലാവരെയും, അവന് പോത്തിഫറിന്റെ സകല സമ്പത്തിനെയും ദൈവം അനുഗ്രഹിച്ചു. ഇതാണ് ഈ നിയോഗമാണത്. അതായത് നീ കാലുകുത്തുന്നിടത്ത് നാശം ഉണ്ടാക്കാനല്ല ദൈവം നിന്നെ വിട്ടിരിക്കുന്നത്. നീ ഒന്നും ചെയ്യണ്ട, വിശ്വസിക്കണം. നീ വേറെ ഇനിയിപ്പോ ഒരു 50 ദിവസം പട്ടിണി കിടന്ന് മല കയറാനൊന്നും പോണ്ട, ഒന്നും ചെയ്യണ്ടെന്ന്. ചെയ്യാൻ ഈശോ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്താൽ മതി. എന്തൊക്കെയാ ചെയ്യാൻ പറഞ്ഞത്? ഒന്ന്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ, വിശുദ്ധ കുർബാന അത് ചെയ്യണം. സ്നാനം സ്വീകരിക്കണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും സ്നാനപ്പെടുത്തണം, അത് ചെയ്യണം. നിങ്ങൾക്ക് പാപമില്ലെന്ന് ആരും പറയരുത്. നിങ്ങൾക്ക് പാപമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ എല്ലാ അനീതികളിൽ നിന്ന് ശുദ്ധീകരിക്കും. അപ്പൊ അത് ചെയ്യണം. കുംഭസാരം അത് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. രോഗി ലേപനം അത് ചെയ്യണം. വലിയ വേറെ മലമറിക്കാനൊന്നും പോകണ്ട, ചെയ്യാൻ പറഞ്ഞൊക്കെ ചെയ്താൽ മതി. അല്ലാതെ അവനുണ്ടായ വെളിപാട്, അവക്കുണ്ടായ വെളിപാട്, അപ്പുറത്തവനുണ്ടായ വെളിപാട് ഒന്നും ചെയ്യണ്ടെന്ന് കർത്താവ് ചെയ്യാൻ പറഞ്ഞ് ചെയ്താൽ മതി. മനസ്സിലായോ? എന്നോടൊരു ചേച്ചി പറഞ്ഞു, ഈ പ്രാർത്ഥനയെല്ലാം കൂടെ ചൊല്ലാൻ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു. കാരണം അവർക്കുണ്ടായ വെളിപാടനുസരിച്ചുണ്ടായ പ്രാർത്ഥന, ഇവർക്കുണ്ടായ വെളിപാടുണ്ടായ പ്രാർത്ഥന, അപ്പുറത്തെ ചേച്ചിക്കുണ്ടായ വെളിപാടനുസരിച്ചുണ്ടായ പ്രാർത്ഥന. വെറുതെ ജന്മം പഴക്കി കളയരുത്. ഔദ്യോഗിക സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന, പ്രഭാത നമസ്കാരം, ഉച്ച പ്രാർത്ഥന ഒക്കെ ഷോർട്ടാണ്, കൊച്ചു സമയം എടുക്കൂ. വൈകുന്നേരത്തെ പ്രാർത്ഥന, ബൈബിൾ വായന, വിശുദ്ധ കുർബാന, ഇഷ്ടം പോലെ സമയം നിനക്ക് ജോലി ചെയ്യാനും വായിക്കാനും പണിയെടുക്കാനും കിട്ടും. വെറുതെ ജന്മം പഴക്കി കളയരുത്. അവർക്കുണ്ടായ വെളിപാട്, അപ്പുറത്തെ ആൾക്കുണ്ടായ വെളിപാട്, ജർമ്മനിയിലുണ്ടായ വെളിപാട്, ഇറ്റലിയിലുണ്ടായ വെളിപാട്, വെറുതെ സമയം കളയരുത്. ചെയ്യാൻ പറഞ്ഞത് ചെയ്യാം. കർത്താവ് പറഞ്ഞത് ചെയ്യേ. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ, അത് ചെയ്യും. അതിന് പോത്തില്ല. വെളിപാട് അനുസരിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് നടക്കാണ്. ഈശോ എന്ത് ചെയ്യാൻ പറഞ്ഞു, സഭ എന്ത് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്താൽ മതി. വേറെ കൂടുതലൊന്നും അലയേണ്ട കാര്യമില്ല. ഇന്നത്തെ ഇത് ഞാൻ ബോധപൂർവം പറയുന്നതാണ്. ഇന്നത്തെ മനുഷ്യരുടെ അവസ്ഥ കണ്ടിട്ട് കഷ്ടം തോന്നും. വലിയ 5-6 കെട്ട് പുസ്തകങ്ങളാണ്, പ്രാർത്ഥനാ പുസ്തകങ്ങൾ. ഏത് ചൊല്ലും ഒരു മനസ്സമാധാനം ഇല്ല. ആ പ്രാർത്ഥന, ഈ പ്രാർത്ഥന, ഈ പ്രാർത്ഥന, ആ പ്രാർത്ഥന. ഈ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ ഉറങ്ങാനൊക്കെ സമയം വേണ്ട. ഇതെല്ലാം കൂടെ എപ്പോ ചൊല്ലാനാണ്? എപ്പോ ചൊല്ല? എനിക്ക് മനസ്സിലാവുന്നില്ല അത്. ഇതെല്ലാം കൂടെ ചൊല്ലണമെങ്കിൽ മനുഷ്യന് 24 മണിക്കൂർ പോരാ.
അപ്പൊ അവന് ജോലി ചെയ്യണ്ടേ, ആഹാരം കഴിക്കണ്ടേ, ഉറങ്ങണ്ടേ? നമ്മൾ വേറെ മലമറിക്കൊന്നും വേണ്ട, വിശ്വസിക്കണം. വിശ്വസിക്കണമെങ്കിൽ കാറ്റക്കിസം പറയുന്നു, ഫെയ്ത്ത് ഈസ് എ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ്. വിശ്വാസം പ്രകൃത്യാതീത ദാനമാണ്. ദാനം. അതെങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും? ലൂക്ക 17:5 അപ്പസ്തോലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങനെ കിട്ടും. അതിന് മലമറിക്കണ്ടെന്ന്. കർത്താവ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. നീ തലകുത്തി മറിയൊന്നും വേണ്ട. ഈശോ ചെയ്യാൻ പറഞ്ഞത്, സഭ ചെയ്യാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. അതൊന്നും ചെയ്യാതെ, ഇതൊന്നും വിശ്വസിക്കാതെ സകല പ്രാർത്ഥനയും 33 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി, വിശ്വാസം ഇല്ലാത്തവൻ 33 വിശ്വാസ പ്രമാണം ചൊല്ലിയ വല്ലതും നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിശ്വാസം ഇല്ലാത്ത ഇവന് വിശ്വാസമില്ല. കാരണം ഇവൻ ഭക്ഷിക്കുന്നത് യേശുവിന്റെ ശരീരമാണെന്നോ രക്തമാണെന്നോ വിശ്വാസമില്ല. വിശ്വാസമാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മൊബൈൽ എടുത്ത് ഓടുവോ? ഓടില്ലല്ലോ. അപ്പൊ അതിനകത്ത് ശരിക്കും വിശ്വസിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ ആരെല്ലാം പറയുന്നുണ്ട്, ഒരു ഇന്റലക്ച്വൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യുന്നു. ശരിക്കും ആ വിശ്വാസം തുറക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ വിശ്വാസം തുറക്കപ്പെടാത്തവൻ 50,000 തവണ വിശ്വാസ പ്രമാണം ചൊല്ലിയാലും ഒരു കാര്യം നടക്കില്ല. വിശ്വാസമുള്ളവൻ ഒറ്റ തവണ ചൊല്ലിയാലും കാര്യം നടക്കും. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസം ഉള്ളവനെ 33 ചൊല്ലിയില്, ഞാൻ ഇനിയിപ്പോ എന്നെ ചീത്ത വിളിക്കാൻ വരരുത്, 33 ചൊല്ലണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ എന്നാണ്, വിശ്വാസം ഇല്ലാത്തവൻ, എല്ലാം കണ്ടീഷണലാണ്, സ്റ്റേറ്റ്മെന്റുകളല്ല. വിശ്വാസമില്ലാത്തവൻ ഇതെല്ലാം ചെയ്തിട്ട് എന്നാ കാര്യം? ഒരു കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ശ്രദ്ധിക്കുക. നമ്മള് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? കർത്താവ് ഈ ദേശത്തെ വീണ്ടെടുക്കാനാണ് ഈ ദേശത്തന്നെ ജീവിക്കാൻ അനുവദിച്ചതെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട്, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, കർത്താവിന്റെ ശരീരവും രക്തവുമാണ് ഞാൻ സ്വീകരിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ ദേശത്ത് വിശ്വാസം ജീവിക്കുമ്പോൾ ദേശത്തിന്റെ ബന്ധനങ്ങൾ തന്നെ മാറിക്കോളും. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹിന്ദുവും ഉണ്ട്, മുസ്ലിമും ഉണ്ട്, പാഴ്സിയും ഉണ്ട്, ജൈനനും ഉണ്ട്, മതനിരാസകനും ഉണ്ട്, അതുപോലെ മതവിദ്വേഷിയും ഉണ്ട്, പിന്നെ ഒരു മതവും ഇല്ലാത്തവനും ഉണ്ട്, നിരീശ്വരവാദിയുണ്ട്, എല്ലാവരും ഉണ്ട്. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു, എല്ലാവർക്കും വേണ്ടി. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം അങ്ങോട്ട് ഉണരട്ടെ, ഹൃദയം അങ്ങ് തുറക്കപ്പെടട്ടെ. എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, അത് കർത്താവേ ഈ ദിശയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും. പാവപ്പെട്ട ഒരു കുഞ്ഞിന്റെ രോഗത്തെ ഓർത്ത് കരയുന്ന ഒരു അമ്മ അവിടെ ഒരു വീട്ടിലുണ്ടാവും. കർത്താവേ ആ അമ്മയിലേക്ക് ഇവിടുന്ന് അനുഗ്രഹം ഒഴുകട്ടെ. കർത്താവേ ഈ ദേശത്ത് ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കരയുന്ന ഒരപ്പനുണ്ടാവും. ആ അപ്പനിലേക്ക് നിന്റെ കരുണയും സ്നേഹം ഒഴുകട്ടെ. ഏത് മതമൊന്നുമില്ല, എല്ലാ മതത്തിനും അപ്പുറത്ത് കർത്താവിന്റെ സ്നേഹം എല്ലാവരിലേക്കും ഒഴുകട്ടെ. അതിനാണ് ദൈവം നമ്മളെ വിശ്വാസികളാക്കി മാറ്റിയത്. ദേവാലയങ്ങൾ പണിത് തന്നത് അതിനാണ്. ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾ ഉയരുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടി, എല്ലാ മനുഷ്യർക്കും വേണ്ടി.